യേശുവിനെ അറിയുക ഏറ്റവും വലിയ കാര്യമാണ്. അതൊരു ജ്ഞാനമാണ്. ഒരിക്കൽ സിനിമാ നടനായ പ്രേംകുമാർ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യനെ പറഞ്ഞു, യേശുവിനെ അറിയുന്നതാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ജ്ഞാനം. യേശുവിനെ അറിയുന്നതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ എന്തോ ലോകത്തിലെന്തോ കണ്ടുപിടിച്ചതല്ല വലിയ ജ്ഞാനമെന്ന് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കുമ്പോൾ നീ ആകാശമണ്ഡലത്തിൽ ചിറക് ധരിച്ച് ആകാശമണ്ഡലം വരെ പറന്നുയർന്നാലും അത് വലിയ കാര്യമൊന്നും ബൈബിൾ കൊടുക്കുന്നില്ല. അതിനൊന്നും വലിയ വില ബൈബിൾ കൊടുക്കുന്നില്ല. ഭൂമിയിൽ ബൈബിൾ കൊടുക്കുന്ന ഒറ്റ വിലയേ ഉള്ളൂ, ഒറ്റ ജ്ഞാനമേ ഉള്ളൂ. നീ ക്രിസ്തുവിനെ കണ്ടുപിടിച്ചുവോ? നീ ക്രിസ്തുവിനെ അറിഞ്ഞുവോ? നീ ക്രിസ്തുവിന് കീഴ്പ്പെട്ടുവോ? നീ ക്രിസ്തുവിന്റെ നന്മ പ്രാപിച്ചുവോ? നീ സ്വർഗ്ഗത്തിലെത്തുവാൻ തക്കവണ്ണം നീ ക്രിസ്തുവിലായോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതിയതാക്കി മാറ്റിയിരിക്കുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ് നീ ക്രിസ്തുവിലാകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ് പ്രിയരെ. നീ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ പാത പിന്തുടരുമ്പോൾ നീ പോലും അറിയാതെ വണ്ണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്, ശത്രുക്കൾ നിന്നെ വലം വച്ച് നിന്നെ ഓടിച്ച് നിന്നെ കൊന്നുകളയുവാൻ ശത്രുക്കൾ നിനക്കെതിരെ പതിയിരിക്കുന്നു. അവർ നിന്നെ അടിച്ച് നിന്നെ നേരായ പാതയിൽ എന്ന് വെച്ചാൽ ക്രിസ്തു നിന്നെ ഏത് പാതയിൽ നടത്താൻ ആഗ്രഹിക്കുന്നുവോ ആ പാതയ്ക്കകത്ത് കൊണ്ടുവരുന്നത് നിനക്ക് ചുറ്റും ശത്രുക്കൾ പാതയിൽ ഇരുന്നുകൊണ്ട് ശത്രുക്കൾ നിനക്കെതിരായി വെളിപ്പെടുമ്പോൾ ഇനി അവർ അടിച്ച് ക്രിസ്തുവിന്റെ നേരായ പാതയിലോട്ട് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത്, അതുകൊണ്ട് ദാവീദ് വിളിച്ചു പറഞ്ഞത്, എന്നെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരായ പാതയിലോട്ട് വഴി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയരേ, ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാം നശിച്ചു, എല്ലാം തീർന്നു, എല്ലാം കൈവിട്ടു, എല്ലാവരും വഴിമാറി പോയി, ഞാൻ ഏകനായി ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷേ നമുക്ക് അറിയാം